KCV ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലേക്കും സഹകരണ ബാങ്കുകളിലേക്കും ടൈപ്പിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ജൂനിയർ ക്ലർക്ക്, 3 വിവിധ തലങ്ങളിൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിങ്ങനെ 8 വിവിധ കാറ്റഗറികളിലായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ജോലി ആവശ്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകുമെന്നതിനാൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 2 വീഡിയോകൾ കാണുന്നതിന് ചാനൽ സന്ദർശിക്കുക. ജോലി അന്വേഷിക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പൂവണിയും എന്ന ശുഭാപ്തി വിശ്വാസം കൈവെടിയാതെ പ്രവർത്തിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാ തസ്തികകൾക്കുമുള്ള പൊതുവായ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. നിയമന രീതി നേരിട്ടുള്ളതാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുപ്രകാരം ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ് നിയമന അധികാരിയായി പ്രവർത്തിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന രീതി: ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് www.ces.kerala.gov.in ആയത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പ്രായപരിധി 1/1/2025 18 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും 40 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാകുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് മാത്രം 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും അനുവദിക്കുന്നതാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഒരു സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിന് അനുസരിച്ച് ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സഹകരണ സംഘങ്ങളിലേക്ക് അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കും ഒരു സഹകരണ സംഘത്തിൽ അല്ലെങ്കിൽ ബാങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ആദ്യത്തെ അപേക്ഷയ്ക്ക് 50 രൂപയും തുടർന്നുള്ള ഓരോ അധിക അപേക്ഷകൾക്കും 50 രൂപ വീതവും പരീക്ഷാ ഫീസായി അടയ്ക്കണം. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റ് അഡ്രസ്സ് www.kerala.ces.kerala.gov.in എന്നാണ്. ആയത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. തപാൽ മുഖേന അപേക്ഷ അയക്കാൻ കഴിയുന്നതല്ല, ഓൺലൈനായി മാത്രമേ അപേക്ഷ അയക്കാൻ കഴിയുകയുള്ളൂ. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി 31/8/2025 ആണ്.
അവസാന തീയതിക്ക് മുൻപായി വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവർ മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതി. കാറ്റഗറി നമ്പർ 13/2025 സെക്രട്ടറി. വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി വിത്ത് HDC ആൻഡ് BM വിത്ത് 7 years experience as accountant or above that post in cooperative bank, or BSc Cooperation and Banking from Agricultural University with 5 years experience as accountant or above that post in cooperative bank, or master's degree in business administration or MCom with finance as the main subject, or membership in Chartered Accountants of India with 3 years experience in banking sector and having cooperative qualifications, or BCom Cooperation with 7 years experience as accountant or above that post in cooperative bank. ഒഴിവ് നിലനിൽക്കുന്ന സ്ഥാപനത്തിന്റെ പേര് പടിഞ്ഞാറേത്തറ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വയനാട്. ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിൽ കാണിച്ചിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ 10,690 28,900 എന്നാണ്. അത് തെറ്റായിരിക്കാനാണ് സാധ്യത. സെക്രട്ടറി പോലെയുള്ള ഉയർന്ന പോസ്റ്റുകളിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട ശമ്പള സ്കെയിലായിരിക്കും ഉണ്ടായിരിക്കുക. കാറ്റഗറി നമ്പർ 14/2025 അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ്. വിദ്യാഭ്യാസ യോഗ്യത എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ, HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc സഹകരണം ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദം. ഒഴിവുകൾ നിലനിൽക്കുന്ന സംഘങ്ങൾ: നെടുമ്പന സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം ജില്ല, കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് തൃശൂർ ജില്ല, ചിറ്റൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പാലക്കാട് ജില്ല, പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ക്രെഡിറ്റ് സഹകരണ സംഘം മലപ്പുറം ജില്ല, പന്തീരാങ്കാവ് സഹകരണ ബാങ്ക് കോഴിക്കോട് ജില്ല, കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട്, തരിയോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വയനാട് ജില്ല, മാടായി സഹകരണ റൂറൽ ബാങ്ക് കണ്ണൂർ ജില്ല, പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ, ഇരിണാവ് സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ, കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് എന്നിവയാണ്. ലിസ്റ്റും ഓരോ സഹകരണ സംഘത്തിലെ സ്കെയിൽ ഓഫ് പേയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആയത് നോക്കി മനസ്സിലാക്കുക. ജൂനിയർ ക്ലർക്കുമാരുടെ ഒഴിവുകളെ സംബന്ധിച്ചും ടൈപ്പിസ്റ്റ് തുടങ്ങിയ ഒഴിവുകളെ സംബന്ധിച്ചും 2 വീഡിയോകൾ കൂടി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോകൾ കാണാൻ മറക്കണ്ട.